നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുക മാത്രമല്ല സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കരാർ ജോലികളെല്ലാം തന്നെ തിരിച്ചു പിടിക്കുവാനോ തിരിച്ചു വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും ഇടയുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും സമർപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിലുമായിരിക്കാം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ജോലി തരുന്നവർക്ക് അല്ലെങ്കിൽ കരാർ ജോലികൾ തരുന്നവർക്കൊക്കെ തന്നെ പല വിധത്തിലുള്ള മിഥ്യാധാരണകളും ഉണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മനസ്സിൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ഈ കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ അവസരം ഉണ്ടാക്കിത്തീരുന്നത് വഴി വളരെ ആശ്വാസം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ 3-4 വർഷം സ്വീകരിക്കുന്നതായിട്ടുള്ള പദ്ധതികളായിരിക്കാം. എന്നിരുന്നാൽ പോലും അതിൽ ദീർഘകാലമായിട്ടുള്ള നേട്ടം എന്ന സങ്കല്പത്തോടു കൂടിയും ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ കുടുംബത്തിൽ നിന്നും വിട്ടുനിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ മാസത്തിലൊരിക്കൽ വന്നു പോകാൻ തക്കവണ്ണം 1-2 വർഷം പ്രവർത്തിക്കേണ്ടി വരും. പക്ഷെ അതൊരു ജീവിതത്തിൻ്റെ തന്നെ നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവിന് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും സാധ്യതയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വേറെ ചില ജോലിക്കാർക്ക് നിലവിലുള്ള ജോലിയിൽ ഇനി ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളോ അവസരങ്ങളോ സ്ഥാനമാനങ്ങളോ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലരൊക്കെ തന്നെ ജോലി ഉപേക്ഷിച്ച് പഠിക്കാനായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് തയ്യാറാകും. മറ്റു ചിലർ ജോലിയോടൊപ്പം പഠിക്കാനായിട്ട് ഞായറാഴ്ച, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പഠിക്കാൻ തക്കവണ്ണം അതിന് തക്കവണ്ണമുള്ളൊരു കോഴ്സിന് ചേരുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഉത്സാഹത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരമുണ്ടായിത്തീരും. എന്നാൽ വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ കീഴ് ജീവനക്കാരുടെ ചില അബദ്ധങ്ങളെ കൊണ്ട് അതിനുള്ള ചില ഉത്തരങ്ങളും അതിനുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയാൽ പോലും അവരുടെ നിഷ്കർഷക്കുറവിന് ഉത്തരം പറയേണ്ടതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മേലധികാരികളെയും ഉടമസ്ഥരെയും ബോധിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാർക്കൊക്കെ പരിശീലനം കൊടുക്കുക, മറ്റു ചിലവരെ പിരിച്ചുവിടുക, ഇതൊക്കെ വേണ്ടി വരുവാനൊരു നിർദ്ദേശം സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള രാജ്യത്തിൽ പഠിപ്പൊക്കെ കഴിഞ്ഞു താൽക്കാലികമായിട്ടുള്ള ജോലികളായിരുന്നു ചെയ്തിരുന്നത്. സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ, സ്ഥിരമായുള്ളൊരു ഉദ്യോഗം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അതിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനും സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെച്ച് മക്കളുടെ ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി ആ പണം, സ്വരൂപിച്ച പണം അവരെ പഠിപ്പിക്കാനായിട്ട്, നല്ല യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാനായിട്ട് അത് ചെലവാക്കാനുള്ള സാധ്യതയുണ്ട്. പിതാവിൻ്റെ അസുഖങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കാൻ അവസരം വന്നു ചേരും. വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാലും വിശ്രമത്താലും ഒരു പക്ഷേ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അസുഖാവസ്ഥകൾക്ക് ഈ ഒരവസ്ഥ വേണ്ടിവരും. എന്നിരുന്നാൽ മിക്ക ദിവസങ്ങളിൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി നിർവഹിക്കുവാനും ഏറെക്കുറെ മേൽനോട്ടത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഫെബ്രുവരി പകുതി മുതൽ തന്നെ ജോലി സ്ഥലത്തെത്തി എല്ലാ ചുമതലകളും പഴയ പോലെ തന്നെ ഏറ്റെടുത്ത് അവലംബിക്കുവാൻ അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത കാണുന്നു. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ച ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തിലും രണ്ടാമത്തെ പകുതിയിൽ രണ്ടാമത്തെ ചർച്ചയുമൊക്കെ നടത്തുവാനിട വരുമെങ്കിൽ പോലും എന്തോ ഒരു അപാകതകളും പൂർണ്ണതക്കുറവുമുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇനിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ
അതിൻ്റെ ഒരു കൃത്യമായുള്ള രൂപരേഖയും അത് പ്രാവർത്തികമാകുവാൻ സാധ്യത കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു പദ്ധതികൾ പോലും ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് വ്യാവസായികമായിട്ടുള്ള മേഖല നടത്തുന്നവർ പലർക്കും സ്ഥലം പോരാത്തത് കൊണ്ട് സമീപത്തുള്ള സ്ഥലം വാടകയ്ക്ക് എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ കൃഷി രീതികളെല്ലാം സുഹൃത്തുക്കളെ പൂർണ്ണമായുള്ള രീതിയിൽ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനും മാതാപിതാക്കളുടെ നിർബന്ധത്താലായിരിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇതിൻ്റെ വെളിച്ചത്തിൽ അന്തിമമായിട്ട് തൃപ്തികരമായുള്ള വിഭാഗം തന്നെ ലഭിക്കുവാനും വിൽപ്പന ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ലക്ഷ്യം. വിൽപ്പന എന്ന് പറയുന്നത് 2025 നടക്കുള്ളൂ. ഇതൊക്കെ അറിയാം. എന്നിരുന്നാൽ പോലും അന്തിമമായിട്ട് സമാധാനക്കേടൊന്നും ഇല്ലാതെ തന്നെ വളരെ സമാധാനപരമായിട്ട് സമർപ്പിക്കുന്ന പക്ഷം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായുള്ള പരീക്ഷകളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പൊതുവെ മാർച്ച് മാസത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ സ്വല്പം ആദ്യമൊക്കെ കഴിഞ്ഞ 2-3 മാസം വരെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഡിസംബർ മാസത്തോടുകൂടി കൂടുതൽ പഠിക്കാനൊരു അവസരം ഉണ്ടായതും അതിന് തക്കവണ്ണം നമ്മുടെ സ്ഥലത്ത് താമസിച്ചുകൊണ്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതൊക്കെ തന്നെ ഈ മിഥ്യാധാരണകളെയും ആധിയെയും ഒഴിവാക്കുവാൻ പല വിദ്യാർത്ഥികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നത് ആശ്വാസമേകുന്ന ഒരു ഘടകം തന്നെ ആണ്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പുറപ്പെട്ടു. ഇനി തണുപ്പ് കൂടുതലുള്ള സമയമായതുകൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുകയും ജൂൺ ജൂലൈക്ക് ശേഷം വന്നു ചേരാം എന്ന് മക്കളെ ധരിപ്പിക്കുകയും മക്കൾക്കും ഒരുപക്ഷെ ജോലിയുടെ നിശ്ചിതാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മക്കളാണെങ്കിലും അച്ഛനമ്മമാരായാലും ചിന്താഗതികളിൽ ഒരേപോലെ വന്നു ചേരുന്നത് വഴി എല്ലാവർക്കും ആശ്വാസവും സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ ജനുവരി മാസം മുതൽ അവലംബിച്ചിരുന്നു. അതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു നേട്ടം ഇപ്പോഴൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. മിക്ക ജോലിക്കാർക്കും പരിശീലനം നൽകേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് പുറമേ നിന്നും ആൾക്കാരെ വരുത്തിക്കൊണ്ട് പരിശീലനം നൽകുവാൻ അവസരത്തിന് സാധ്യത കാണുന്നു. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകളും വന്നു ചേരുവാനിട വരും. ഒരു പക്ഷേ ഈ മാസത്തിൽ 3-4 ദിവസങ്ങളിൽ ദുസ്വപ്നങ്ങൾ കാണുക, ചില ദിവസങ്ങളിലൊക്കെ തന്നെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഡോക്ടർമാരെ കാണുകയും പ്രത്യേകിച്ച് മരുന്നുകളൊന്നും വേണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യായാമത്തിനും യോഗയ്ക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും ഇതിനെല്ലാം പുറമെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ തക്കവണ്ണമുള്ളൊരു ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ തന്നെ അനുവർത്തിക്കുന്നത് പോലും ഇതിന് ഗുണകരമായി തീരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ഒരുപക്ഷെ സ്വയമേവ ആശ്ചര്യം അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. യാത്രാവേളയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും പല കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പോൾ സ്വന്തം നിലയിൽ ആർജിച്ച വിജ്ഞാനം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വിജ്ഞാനം, ഇവയെല്ലാം തന്നെ സ്വന്തം നിലയിൽ നേട്ടമുള്ളതിനേക്കാൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുക, ഗുണകരമായി തീരുക എന്നത് അങ്ങനെ ആശയം വന്നു ചേരുന്നത് വഴി വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പതിവ് പോലെ തന്നെ 7-8 മാസമായിട്ട് ഔദ്യോഗികമായുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു മാസം തുടരുവാനിടയുണ്ട്.
പലപ്പോഴും ജോലി രാജിവെച്ചാലോ ബിസിനസ്സിൽ ഏർപ്പെട്ടാലോ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ടുള്ള ബിസിനസ് ഏർപ്പെട്ടാലോ പല വിധത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകുമെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെ നിർബന്ധം അതുമാത്രമാണ് യഥാർത്ഥത്തിൽ ജോലി രാജിവെക്കുന്നതെന്നും പിന്തിരിയാനുള്ള ഒരു കാരണം. അത് തുടരുക തന്നെയാണ് ഏറ്റവും നന്നാവുക. ജന്മനാട്ടിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലോ കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അന്യനാട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്ന പോലെ തന്നെ നിലവിലുള്ള അതേപോലെ തന്നെ തൃപ്തിയായിട്ടുള്ള ഒരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറവുണ്ട് എന്ന് മനസ്സിലാക്കി ഫെബ്രുവരി മാസത്തിൽ മാത്രമല്ല 2024 ജൂൺ മാസം വരെയും ജോലി രാജിവെക്കുക എന്ന തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. ഒരുപക്ഷെ ജോലിയിൽ ഇരുന്നും കൊണ്ട് പുതിയ അപേക്ഷകൾ നൽകുന്നത് ഗുണകരമാണ്. അല്ലാത്ത രീതിയിൽ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു അപേക്ഷകൾ നൽകുന്നത് അബദ്ധമായി തീരും എന്ന നിർദ്ദേശങ്ങൾ ചില വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നും വന്നു ചേരും. അങ്ങനെ തന്നെ അത് സ്വീകരിക്കുക തന്നെയാണ് ഏറ്റവും നന്നാവുക. ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ബുദ്ധിമുട്ടുകൾ പലതും ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും. കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടും. എന്നിരുന്നാൽ പോലും സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് ചെയ്തേ സാധിക്കൂ എന്ന സങ്കല്പത്തോടുകൂടി അനുവർത്തിച്ച് നീങ്ങുവാൻ തന്നെയാണ് യോഗമുള്ളത്. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും സ്വന്തം ഭാവനയ്ക്ക് അനുസരിച്ചും ആശയത്തിന് അനുസരിക്കുമായിരിക്കുകയില്ല ജീവിത പങ്കാളിയുടെ നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയും ആത്മവിശ്വാസത്തോടുകൂടി ക്ഷമയോടുകൂടി അനുവർത്തിക്കുന്ന പക്ഷം എല്ലാ മാർഗതടസ്സങ്ങളും അതിജീവിച്ച് സുഖകരമായുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ അവസരമുണ്ടാകുവാൻ ഫെബ്രുവരി മാസത്തിൽ തന്നെയുള്ളൊരു പ്രതിവിധി കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ സ്വന്തം നിലയിൽ ആവശ്യത്തിനൊന്നല്ല, വേണ്ടപ്പെട്ടവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാൽ ജോലിയുടെ ഭാരം കണക്കാക്കി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിന് തുടക്കം കുറിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഈ ഒരു മാസത്തിൽ തന്നെ തുടക്കം കുറിക്കേണ്ടതായ സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി യോഗയ്ക്കും പ്രാണായാമത്തിനും പ്രകൃതി ഭക്ഷണ രീതികൾക്കും പ്രാധാന്യം നൽകുന്നത് വഴി ആരോഗ്യം തൃപ്തികരമായിരിക്കും. മനസ്സിന് സമാധാനം ഉണ്ടാവും. വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി തന്നെയാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ നിന്നും ബാധ്യതകളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരുമെങ്കിൽ പോലും പലർക്കും വിശ്വാസയോഗ്യമായി തീരുക എന്നത് കാലതാമസം എടുക്കും. 1.5 വർഷമൊക്കെ സ്വീകരിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ലക്ഷ്യം വളരെ പ്രധാനം തന്നെയാണ്. ലക്ഷ്യബോധത്തോടു കൂടിയതായിട്ടുള്ള സമീപനം ഗുണകരം തന്നെയാണ് എന്നുകൂടിയാണ് ഇതിൽ സങ്കല്പിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഈ മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ മാസകാലങ്ങളിലൊക്കെ നടക്കുന്ന പരീക്ഷകളിൽ സ്വല്പം വിജയശതമാനം കുറഞ്ഞു എന്നൊക്കെ വരാം. അതൊന്നും സാരമില്ല. വിജയം കൈവരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇങ്ങനെ സങ്കല്പത്തോടുകൂടി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളോടുകൂടി അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പല വിധത്തിലുള്ള വെല്ലുവിളികളെയും വിദേശത്ത് താമസിക്കുന്നവർക്ക് അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ തസ്തിക കുറഞ്ഞ ജോലിക്ക് പ്രവേശനം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാഹചര്യങ്ങൾക്ക് അങ്ങനെയുള്ള അവസരം വന്നാൽ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ
ഗുരു ഉപദേശവും മാതാപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയവും മേലധികാരികളുടെ നിർദ്ദേശങ്ങളും ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജനസ്വാധീനമൊക്കെ നല്ലതാണെങ്കിൽ പോലും ആവശ്യത്തിനായാൽ മാത്രമേ അതൊരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുകയുള്ളൂ. കർമ്മമണ്ഡലങ്ങളിൽ അവിസ്മരണീയമായിട്ടുള്ള നേട്ടമുണ്ടാകുമെങ്കിലും സാമ്പത്തികമായുള്ള അനുഭവം കുറയുവാനാണ് യോഗം കാണുന്നത്. സഹപ്രവർത്തകരുടെ ജോലി കൂടി ഏറ്റെടുക്കുന്നതിൻ്റെ സാഹചര്യങ്ങളെ കൊണ്ട് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നു. നിബന്ധനകൾക്ക് വിധേയമായി നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ അവലംബിക്കുവാനോ സാധ്യത പോലും കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ട് ഒരു ഉദ്യോഗം ലഭിക്കും. ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. അവധിയെടുത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താൻ അവസരം വന്നു ചേരും. നിരവധി കാര്യങ്ങളിൽ വിഷയം ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഈ ഒരു ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.